വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ചാപ്റ്റർ 4 ലെറ്റസ് അസസ് വിലയിരുത്താമാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന താപനിലകൾ യൂണിറ്റ് മാറ്റി എഴുതുക. കൺവേർട്ട് ദി യൂണിറ്റ്സ് ഓഫ് ഗിവൻ ടെമ്പറേച്ചർ. നമ്മൾ പഠിച്ചു ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ കെൽവിനിലേക്ക് മാറ്റാം +273. 0 ഡിഗ്രി സെൽഷ്യസ് അത് കെൽവിനിലോട്ടാകുമ്പോൾ 273 കെൽവിൻ. 100 ഡിഗ്രി സെൽഷ്യസ് 373 കെൽവിൻ. അങ്ങനെ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 30 + 273 ഇപ്പം നമുക്ക് 303 എന്ന് കിട്ടും. 303 എന്ന് കിട്ടും. 303 കെൽവിൻ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കെൽവിനിൽ 300 തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ എന്താ ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി 273 കൊണ്ട് അല്ലേ. 300 - 273. ഇപ്പം ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലാക്കാൻ +273യും കെൽവിനിലെ ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ -273യും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. 27 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലാകുമ്പോൾ 313 എന്ന് കിട്ടും. 313 313. 40 + 273 ചെയ്യുമ്പോൾ നമുക്ക് 313 കെൽവിൻ എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ പട്ടിക പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ടേബിൾ. ഓരോത്തിൻ്റെ മാസം തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ മാസം 1 ആണ്, കാർബൻ്റെ 12 ആണ്, ഓക്സിജൻ്റെ 16 ആണ്, നൈട്രജൻ്റെ 14 ആണ്. മോളിക്കുലർ മാസ് ഓഫ് H2. H2ൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 2. ഒരു ഹൈഡ്രജൻ ആകുമ്പോൾ അറ്റോമിക് മാസ് 1 ആണ്. അപ്പോൾ 2 പേരുണ്ട് ഇതിനകത്ത്. അപ്പോൾ 2. അപ്പോൾ മോളിക്കുലർ മാസ് എന്താണ്? 2. അപ്പോൾ ഗിവൺ മാസ് 10 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മോൾസിൻ്റെ എണ്ണം എങ്ങനെയാണ്? മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? മോളിക്കുലർ മാസിനെ ഗ്രാമിൽ എഴുതുക. അതാണല്ലോ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഗ്രാം ആണ് മോളാർ മാസ് വരുമ്പോൾ. അപ്പോൾ 5 മോൾസ് എന്ന് കിട്ടും നമുക്ക്. 5 മോൾസ്. ഓക്കെ, 5. ഇനിയും CO2ൻ്റെ മോളിക്കുലർ മാസ് എത്ര? 44 ആണ്. ഓക്സിജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 16 × 2 32 പ്ലസ് കാർബൺ 12 ആണ്. അപ്പോൾ 32 + 12 44 എന്ന് കിട്ടും മോളിക്കുലർ മാസ്. മോളാർ മാസ് എന്ന് പറയുമ്പോൾ 44 ഗ്രാം എന്ന് എഴുതുക. സിമ്പിൾ. ഇവിടെ നമുക്ക് ഗിവൺ മാസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന മാസ് 440 ഗ്രാം ആണ്. അപ്പോൾ 440 ഗ്രാം നമ്പർ ഓഫ് മോൾസ്. മോളുകളുടെ എണ്ണം ഈക്വൽ തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറയുമ്പോൾ 44 ഗ്രാം ഈക്വൽ നമുക്ക് 10 മോൾ എന്ന് കിട്ടും. യൂണിറ്റ് ചെയ്താൽ മറക്കരുത്. 10 മോൾ. ഇനി STPയിലെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ മോളുകളുടെ എണ്ണം അറിയാമെങ്കിൽ നമുക്ക് STPയിലെ വ്യാപ്തം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ മോളുകളുടെ എണ്ണം ഈക്വൽ വോളിയം വ്യാപ്തം ബൈ മോളാർ വ്യാപ്തം അറ്റ് STP. മോളാർ വോളിയം അറ്റ് STP എന്ന് പറയുന്നത് 22.4 ആണ്. അങ്ങനെ നമുക്ക് മോളുകളുടെ എണ്ണം അറിയാം 10 എന്നാണ്. അങ്ങനെയാണെങ്കിൽ V ബൈ വോളിയം ബൈ 22.4 എന്ന് എഴുതാം. അപ്പോൾ വ്യാപ്തം എത്ര കിട്ടും? 224 ലിറ്റർ എന്ന് കിട്ടും. 224 ലിറ്റർ എന്ന് കിട്ടും. ഇതെല്ലാം മോളുണ്ട്. മോൾ എഴുതാൻ മറക്കരുത്. മോൾസാ കണ്ടുപിടിക്കുന്നെങ്കിൽ മോൾ എഴുതണം. വോളിയമാ വ്യാപ്ത കണ്ടുപിടിക്കുന്നെങ്കിൽ ലിറ്റർ എഴുതണം. ഇത് റീഅറേഞ്ച് ചെയ്താൽ മതിയല്ലോ. ഇവിടെ 22.4 ഹരിച്ചേക്കുക, ഡിവൈഡ് ചെയ്തേക്കുക. അതിനെ ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യുക. കാരണം നമുക്ക് വ്യാപ്തമാണ്, വോളിയമാണ് കിട്ടേണ്ടത്. അപ്പോൾ 22.4 × 10 എന്ന് വരും. അപ്പോൾ നമുക്ക് 224 ലിറ്റർ എന്ന് കിട്ടും. NH3 നോക്കാം. NH3 എന്ന് പറയുമ്പോൾ 17 ആണ് മോളിക്കുലർ മാസ്. നൈട്രജൻ 14. ഇവിടെ ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 1 × 3 അങ്ങനെ 17 എന്ന് കിട്ടും. അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ 17 ഗ്രാം. 340 ആണ് തന്നിരിക്കുന്ന മാസം. അപ്പോൾ 340 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. നമുക്കിവിടെ 20 എന്ന് കിട്ടും. 20 മോൾ. 20 മോൾ യൂണിറ്റ് ചെയ്താൽ മറക്കരുത്. 20 മോൾ. അങ്ങനെയാണെങ്കിൽ
വോളിയം കണ്ടുപിടിക്കാമല്ലോ, വ്യാപ്തം കണ്ടുപിടിക്കാമല്ലോ. മോളുകളുടെ എണ്ണം ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ വ്യാപ്തം വി എന്ന് കൊടുക്കുന്നു ബൈ മോളാർ വ്യാപ്തം അറ്റ് STP 22.4. Therefore V equal 22.4 into 20 ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 448 ലിറ്റർ എന്ന് കിട്ടും. 448 ലിറ്റർ കിട്ടും. A balanced equation of the reaction to produce ammonia is given. N2 plus 3H2 gives 2NH3. How many moles of hydrogen is required for 10 moles of nitrogen to react completely? അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച സമവാക്യം നൽകിയിരിക്കുന്നു. N2 plus 3H2 gives 2NH3. 10 മോൾ നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ്. ഇവിടെ ഒരു മോൾ നൈട്രജന് പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം? 3 മോൾ ഹൈഡ്രജൻ വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചേക്കുന്ന 10 മോൾ നൈട്രജൻ, 10 മോൾ നൈട്രജൻ പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 3 × 10 ചെയ്താൽ മതി. 3 × 10. അപ്പോൾ നമുക്ക് 30 മോൾസ് കിട്ടും. 30 മോൾ ഓഫ് ഹൈഡ്രജൻ ആവശ്യമാണ്. 30 മോൾ H2 ആവശ്യമാണ്. 30 moles of hydrogen is required. 30 moles of hydrogen is required. അങ്ങനെയാണെങ്കിൽ 10 മോൾ നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന അമോണിയയുടെ അളവ് എത്ര? അമോണിയയുടെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. 1 മോൾ നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ചാൽ കിട്ടുന്ന അമോണിയയുടെ അളവെന്ന് പറയുന്നത് 2 മോളാണ്. നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ 1 മോളാണ്, ഇവിടെ 3 മോളാണ്, 2 മോളാണ്. അപ്പോൾ 1 മോൾ നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ചാൽ, കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് 2 മോൾ അമോണിയാണ്. അങ്ങനെയാണെങ്കിൽ 10 മോൾ നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ചാൽ കിട്ടുന്ന അമോണിയയുടെ അളവ് എത്ര? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 10 × 2 ചെയ്താൽ മതി. കാരണം ഇവിടെ 1 മോളിൻ്റെ കേസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇൻറ്റു ചെയ്താൽ, അപ്പോൾ 10 × 2 ഈക്വൽ എത്ര എന്ന് കിട്ടും? 20 മോൾസ് ഓഫ് അമോണിയ. 20 മോൾസ് ഓഫ് NH3 എന്ന് കിട്ടും. 20 മോൾസ് ഓഫ് NH3. അടുത്ത ചോദ്യമാണ്, 448 ലിറ്റർ ഓഫ് ഗ്യാസ് is stored in a cylinder at a 0 degree Celsius and 1 atm pressure. 448 ലിറ്റർ വാതകം 0 ഡിഗ്രി സെൽഷ്യസിലും 1 atm മർദ്ദത്തിലും ഒരു സിലിണ്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ഡസ് ദിസ് ഗ്യാസ് കണ്ടെയ്ൻ? ഈ വാതകത്തിൽ എത്ര മോൾ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് സാമ്പിൾ? ഈ സാമ്പിളിലെ തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ വിചാരിക്കും തന്മാത്രകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത്. അല്ല, മോൾസിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത്. മോൾസ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മോളുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത്. മോൾ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ മോളുകളുടെ എണ്ണം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം മോളുകളുടെ എണ്ണം അറ്റ് STPയിലാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. ഗിവൺ വോളിയം തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡ് ബൈ മോളാർ വ്യാപ്തം അറ്റ് STP. മോളാർ വോളിയം അറ്റ് STP. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വ്യാപ്തം എന്ന് പറയുന്നത് 448 ഡിവൈഡ് ബൈ 22.4. മോളാർ വ്യാപ്തം അറ്റ് STP എന്താണ്? 22.4. നമുക്ക് 20 മോൾസ് എന്ന് കിട്ടും. 20 മോൾ എന്ന് കിട്ടും. ഇനി ഇതിലുള്ള തന്മാത്രകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോളിക്യൂൾസിൻ്റെ എണ്ണം. മോള് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 20 × NA മോളിക്യൂൾസ്. 20 × NA
എൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ, 6.022 × 10⁻23 അത്രയും തന്മാത്രകൾ. അത് എഴുതാൻ മറക്കരുത്. തന്മാത്രകളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ അവസാനം തന്മാത്രകൾ എന്ന് എഴുതണം. ഇപ്പം മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പർ ചെയ്താൽ മോളിക്യൂൾസിൻ്റെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം കിട്ടും. 20 × 6.022 × 10⁻23 ഇതാണ് എൻ, ഇതാണ് അവഗാഡോ നമ്പർ. 10⁻23 മോളിക്യൂൾസ്. അടുത്ത ചോദ്യം, 400 ലിറ്റർ വാതകം 27 ഡിഗ്രി സെൽഷ്യസിൽ സ്ഥിരമർദ്ദത്തിൽ ഒരു സിലിണ്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, 400 ലിറ്റർ വാതകം 27 ഡിഗ്രി സെൽഷ്യസിൽ സ്ഥിരമർദ്ദത്തിൽ ഒരു സിലിണ്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നു. 400 ലിറ്റർ ഓഫ് ഗ്യാസ് ഈസ് സ്റ്റോർഡ് ഇൻ എ സിലിണ്ടർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ. എ. What will be the temperature if the volume of this gas is reduced to 200 liter at the same pressure? ഇതേ മർദ്ദത്തിൽ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 200 ലിറ്റർ ആയി കുറച്ചാൽ താപനില എത്രയായിരിക്കും? നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? V1 ഉണ്ട്, ഇത് V1, ഇത് T1, ഇത് V2. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? താപനിലയിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. V1/T1 is equal to V2/T2. V1/T1 is equal to V2/T2. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 എന്ന് പറയുന്നത് 400 ലിറ്റർ ഡിവൈഡ് ബൈ, അതുപോലെ തന്നെ 27 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് കെൽവിനാക്കി മാറ്റണം. അപ്പോൾ 273 273 കൊണ്ട് നമ്മൾ കൂട്ടണം. അപ്പോൾ നമുക്ക് 300 കെൽവിൻ എന്ന് കിട്ടും. 300 കെൽവിൻ എന്ന് കിട്ടണം. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് കെൽവിനാക്കി മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 400/300 ഈക്വൽ 200/T2. 200/T2. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? T2 ഈക്വൽ 200 × 300. 200 × 300 ഡിവൈഡ് ബൈ 400. ഇങ്ങനെ ആയിരിക്കും റീഅറേഞ്ച്. T2 അല്ലേ കണ്ടുപിടിക്കുക. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 150 കെൽവിൻ എന്ന് കിട്ടും. എത്ര? 150 കെൽവിൻ. 150 കെൽവിൻ എന്ന് ഹരിക്കുമ്പോഴത്തേക്ക് നമുക്ക് 150 കെൽവിൻ എന്ന് കിട്ടും. 150 കെൽവിൻ. ഏത് വാതക നിയമമാണ് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ചാൾസ് നിയമം. ചാൾസ് വോളിയം ടെമ്പറേച്ചറിൻ്റെയും കാര്യം പറയുന്നത് ഏതാണ്? പ്രഷർ സ്ഥിരമായിരിക്കും, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. ഏത് ലോയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചാൾസ് ലോ. ചാൾസ് നിയമം. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് ഏത് നിയമമാണ്? ചാൾസ് നിയമം. ചാൾസ് നിയമം. ഒരു പദാർത്ഥത്തിൻ്റെ തിളനില 3 ഡിഗ്രിയാണ്. ഈ പദാർത്ഥം വാതക നിയമങ്ങൾ അനുസരിച്ച് എത്ര കെൽവിൻ മുകളിലുള്ള താപനിലയിലായിരിക്കും? ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 3 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ വാട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഡസ് ദിസ് സബ്സ്റ്റൻസ് ഒബേ ദി ഗ്യാസ് ലോസ്? അങ്ങനെയാണെങ്കിൽ 3 ഡിഗ്രി കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? 3 + 273. 3 കെൽവിൻ സ്കെയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 273 കൊണ്ട് കൂട്ടിയാൽ മതി ഡിഗ്രി സെൽഷ്യസിന്. അപ്പോൾ നമുക്ക് 276 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ 276 കെൽവിനിലാണ് ഈ പദാർത്ഥം വാതക നിയമങ്ങൾ അനുസരിക്കുന്നത്. 276 കെൽവിനിലാണ് ഈ സബ്സ്റ്റൻസ് ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി നമ്പർ ഓഫ് Cl2 മോളിക്യൂൾസ് ഇൻ 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ്? 710 ക്ലോറിൻ ഗ്യാസിൽ ഉള്ള തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ തന്മാത്രകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്.
ഇതിൻ്റെ മുമ്പേ നമ്മൾ ആദ്യം മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം ഈക്വൽ തന്നിരിക്കുന്ന മാസ് ബൈ മോളാർ മാസ്. ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 71 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മോളാർ മാസ് 71 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്, തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ചെയ്യുമ്പോൾ നമുക്ക് 10 മോൾസ് എന്ന് കിട്ടും. ഇനി മോളിക്യൂൾസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പർ, മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പർ. അപ്പോൾ 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്, തന്മാത്രകൾ എന്ന് എഴുതണം. മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ എന്ന് എഴുതാം. ഇനി നമ്മളോട് ബി ചോദിച്ചേക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം എഴുതുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ആകെ ആറ്റങ്ങൾ ഈക്വൽ മോളുകളുടെ എണ്ണം എത്രയാണ് 10 ഇൻറ്റു അവഗാഡോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു അറ്റോമിസിറ്റി അഥവാ അറ്റോമികത. അറ്റോമികത എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം. ക്ലോറിനിൽ എത്ര ആറ്റങ്ങളുണ്ട്? 2 ഇൻറ്റു 2. അപ്പോൾ ആറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മോളിക്യൂൾസിൻ്റെ എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു ആറ്റങ്ങൾ എത്ര, നമുക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസിൽ എത്ര ആറ്റം ഉണ്ട് അത് എണ്ണി ഇൻറ്റു എഴുതി വെക്കുക. ഇവിടെ 2 ക്ലോറിൻ ആറ്റംസ് ആയിരുന്നു. അപ്പോൾ ഇൻറ്റു 2 ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു അറ്റോമിസിറ്റി അല്ലെങ്കിൽ അറ്റോമികത. അറ്റോമികത എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പദാർത്ഥത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം. ഇവിടെ ക്ലോറിൻ 2 ആണ്. അപ്പോൾ 2 ആറ്റം ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2, അത്രയും ആറ്റങ്ങൾ എന്നെഴുതുക. അത്രയും ആറ്റംസ് അല്ലെങ്കിൽ ആറ്റങ്ങൾ. അപ്പോൾ എങ്ങനെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി അല്ലെങ്കിൽ അറ്റോമികത. അറ്റോമികത എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന പദാർത്ഥങ്ങളിലെ ആറ്റങ്ങളുടെ എണ്ണം. 7th question is how many grams of hydrogen is required to react with 700 gram nitrogen in the production of ammonia? അമോണിയയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ 700 ഗ്രാം നൈട്രജനുമായി പ്രവർത്തിക്കാൻ എത്ര ഗ്രാം ഹൈഡ്രജൻ ആവശ്യമായി വരും? നമ്മൾ ഇക്വേഷൻ കണ്ടു. നൈട്രജനും ഹൈഡ്രജനുമായിട്ട് ചേർന്ന് അമോണിയ ഉണ്ടാക്കുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ മുന്നിലെ 2ാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. N2 + 3H2 gives 2NH3. ഇപ്പോൾ ഗ്രാമിൽ ഇതിൻ്റെ അളവ് എഴുതുവാണെങ്കിൽ N2 28 ഗ്രാം, ഹൈഡ്രജൻ 6 ഗ്രാം, അമോണിയ 34 ഗ്രാം ആണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും 28 ഗ്രാം നൈട്രജൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ്റെ അളവെന്ന് പറയുന്നത് 6 ഗ്രാം ആണ് അല്ലേ? അപ്പോൾ 28 ഗ്രാം നൈട്രജൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ ആവശ്യമായ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 6 ഗ്രാം. എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ റെക്കോർഡ് ടു റിയാക്ട് വിത്ത് 28 ഗ്രാം ഓഫ് നൈട്രജൻ എന്ന് പറയുന്ന 6 ഗ്രാം ആണ്. 28 ഗ്രാം നൈട്രജൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ്റെ അളവ് എന്ന് പറയുന്നത് 6 ഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചു 1 ഗ്രാമിൻ്റെ കേസ് കൺസിഡർ ചെയ്യണമെന്നല്ലേ? 1 ഗ്രാം വരുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ റെക്കോർഡ് ടു റിയാക്ട് വിത്ത് 1 ഗ്രാം നൈട്രജന്, 1 ഗ്രാം നൈട്രജൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ്റെ അളവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6/28 എന്ന് ചെയ്യും. 6/28. 1 ഗ്രാം നൈട്രജൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ്റെ അളവ് എന്താണ്? 6/28. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 700 ഗ്രാം നൈട്രജൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ്റെ അളവ്. ദി എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ റെക്കോർഡ് ടു റിയാക്ട് വിത്ത് 700 ഗ്രാം നൈട്രജൻ. 1 ഗ്രാമിൻ്റെ നമുക്കറിയാം. അപ്പോൾ 1 ഗ്രാമിലെ 6/28 ഇൻറ്റു 700 ചെയ്യണം. അപ്പോൾ നമുക്ക് 150 ഗ്രാം എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ദി ഫോളോയിങ്സ്. ചുവടെ നൽകിയിരിക്കുന്നവ കണക്കാക്കുക. How many moles of CaCO3 are present in its 1 kilogram? 1 kilogram CaCO3യിൽ എത്ര CaCO3 മോളുണ്ട്? നമ്മൾ ഇതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കും. കാൽഷ്യം എന്ന് പറയുന്ന അറ്റോമിക് മാസ് 40 ആണ്. 40 പ്ലസ് കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക മാസ് 16 ആണ്. ഇവിടെ ഓക്സിജൻ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 16 ഇൻറ്റു 3.
അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു പദാർത്ഥത്തിൻ്റെയും മോളിക്കുലർ മാസ് ഗ്രാമിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ എത്ര കിട്ടും? 100 ഗ്രാം എന്ന് കിട്ടും. ഈക്വൽ 100. ഓക്കെ, ഇവിടെ നമ്മളോട് മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് 1 കിലോഗ്രാമിലുള്ളത്. അപ്പോൾ 1 കിലോഗ്രാമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു എന്താണ്? 1000 ഗ്രാമാണ് അല്ലേ? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമിന് ഈക്വലാണ്, തുല്യമാണ്. അപ്പം നമ്പർ ഓഫ് മോളുകളുടെ എണ്ണം ഈക്വൽ 1000 ഡിവൈഡ് ബൈ 100 ഈക്വൽ 10 മോൾ എന്ന് നമുക്ക് കിട്ടും. 10 മോള് എന്ന് കിട്ടും. 10 മോള്. ബി, മാസ് ഓഫ് ദി സെയിം നമ്പർ ഓഫ് NH3 molecules ആസ് കണ്ടെയ്ൻഡ് ഇൻ 88 ഗ്രാം ഓഫ് CO2. 88 ഗ്രാം CO2 അടങ്ങിയിരിക്കുന്ന അത്രയും എണ്ണം NH3 തന്മാത്രകളുടെ മാസ് എന്ന് പറയുന്നത്. നമ്മൾ കാർബൺ ഡയോക്സൈഡിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. CO2ൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 44 ആണ്. അപ്പം അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ 44 ഗ്രാം വരും. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കാർബൺ 12, ഓക്സിജൻ്റെ ഒരെണ്ണത്തിൻ്റെ 16 ആണ്. അപ്പോൾ 2 എണ്ണം വരുമ്പോൾ 16 × 2, അങ്ങനെ നമുക്ക് 44 എന്ന് അതിൻ്റെ മോളിക്കുലർ മാസ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അതിലുള്ള മോളുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ് എത്രയാണ് ഇവിടെ? 88 ഗ്രാം. അപ്പോൾ 88/44 എന്ന് കിട്ടും. ഈക്വൽ 2 മോൾസ് എന്ന് നമുക്ക് കിട്ടും. ഈക്വൽ 2 മോൾസ്. അപ്പം നമ്മൾ മോളുകളുടെ എണ്ണം കണ്ടുപിടിച്ചു. മോൾസിൻ്റെ എണ്ണം 2 മോളെന്ന് കിട്ടി. CO2യിലുള്ള മോളുകളുടെ എണ്ണം 2 മോളെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? NH3 മോളിക്യൂൾ, NH3 തന്മാത്രകളുടെ മാസ് കണ്ടുപിടിക്കാനാണ്. അതേപോലെ അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് പറയുന്നത് സെയിം നമ്പറാണ്. സെയിം നമ്പർ ഓഫ് NH3 മോളിക്യൂൾസ്. 88 ഗ്രാം CO2യിൽ അടങ്ങിയിരിക്കുന്ന അത്രയും എണ്ണവും NH3 തന്മാത്രകളിലുണ്ടെന്നർത്ഥം. അപ്പോൾ നമുക്കിവിടെ മോളുകളുടെ എണ്ണം എത്ര എന്ന് കൺസിഡർ ചെയ്ത് എഴുതാം? 2 മോൾസ് എടുത്ത് നമുക്ക് NH3യുടെ മാസ് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം NH3യുടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. NH3 മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ 14 ആണ്. 14 പ്ലസ് 14 പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് 1 ആണ്. അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 1 × 3 അങ്ങനെ നമുക്ക് 17 എന്ന് കിട്ടും. 17 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മോളുകളുടെ എണ്ണം അറിയാം. CO2ൻ്റെ എണ്ണത്തിൽ തന്നെയാണ് NH3യുടെ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ 2 ഈക്വൽ മാസ് നമുക്കറിയത്തില്ല, അതുകൊണ്ട് G എന്ന് കൊടുക്കുന്നു. മോളാർ മാസ് 17 ആണ്. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് G ഈക്വൽ G ഓർ M എഴുതാം. മാസ് M ആണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. 17 × 2 എന്ന് വരും. 17 × 2 34 ഗ്രാമാണ് NH3യുടെ മാസ് കിട്ടുന്നത്. സി എന്ന് പറയുന്ന മാസ് ഓഫ് 22.4 ലിറ്റർ CO2 കെപ്റ്റ് അറ്റ് STP. STPയിൽ സ്ഥിതി ചെയ്യുന്ന 22.4 ലിറ്റർ CO2ൻ്റെ മാസ് കണ്ടുപിടിക്കാനാണ്. 22.4 ലിറ്റർ CO2 അറ്റ് STP എന്ന് പറയുന്നത് എത്ര മോൾ ഓഫ് ഗ്യാസ് ആണ്? 1 മോൾ ഓഫ് വാതകത്തിന് ഈക്വലാണ്. 1 മോളിന് ഈക്വലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഓഫ് CO2 എന്ന് പറയുന്നത് അതിൻ്റെ മോളാർ മാസ് തന്നെയാണ്. 1 മോൾ ഓഫ് CO2 എന്ന് പറയുന്നത് CO2ൻ്റെ മോളാർ മാസ് തന്നെയാണ്. അത് എത്രയാണ്? അപ്പോൾ 44 ഗ്രാം, 44 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ 1 മോൾ ഓഫ് CO2 എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ തന്നെ മോളാർ മാസാണ്. അപ്പോൾ 44 ഗ്രാം. കാർബൺ എന്ന് പറയുന്നത് 12, ഓക്സിജൻ ഒരെണ്ണത്തിൻ്റെ 16 ആണ്. അപ്പോൾ 16 × 2, അപ്പോൾ നമുക്ക് 44 എന്ന് കിട്ടും.
22.4 ലിറ്റർ CO2-ൻ്റെ മാസം എന്ന് പറയുന്നത് എന്താണ്? 44 ഗ്രാമാണ്. STP-യിൽ ഇരിക്കുന്ന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, സ്റ്റാൻഡേർഡ് താപനിലയും മർദ്ദത്തിലിരിക്കുന്ന ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മോളുകളുടെ എണ്ണം 1 മോൾ ആയിരിക്കും. അപ്പോൾ അതിലുള്ള മാസ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. 1 മോൾ ഓഫ് CO2 അല്ലെങ്കിൽ ഇപ്പോൾ ഏത് വാതകത്തിൻ്റെ ഗ്യാസിൻ്റെ ആയാലും 1 മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളാർ മാസാണ്. അപ്പോൾ ഇവിടെ CO2-ൻ്റെ ആകുമ്പോൾ 44 ഗ്രാം എന്ന് കിട്ടും. ദി വോളിയം ഓഫ് എ സിലിണ്ടർ കണ്ടെയ്നിങ് NH3 അറ്റ് STP ഈസ് 4480 ml. STP-യിൽ സൂക്ഷിച്ചിരിക്കുന്ന NH3 വാതകം അടങ്ങിയ ഒരു സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4480 ml ആണ്. ഈ സിലിണ്ടറിൽ എത്ര മോൾ NH3 ഉണ്ട്? ഫൈൻഡ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3 ഇൻ ദി സിലിണ്ടർ. ആദ്യം നമ്മൾ ML ഉള്ളതിനെ ലിറ്റർ ആക്കി മാറ്റണം. ML ഉള്ളതിനെ ലിറ്റർ ആക്കി മാറ്റാൻ ഡിവൈഡ് ബൈ 1000, 1000 കൊണ്ട് ഹരിക്കുക ചെയ്യുന്നത്. അപ്പോൾ 4480-നെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 4.48 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഗിവൺ വോളിയം. തന്നിരിക്കുന്ന വ്യാപ്തം എന്ന് പറയുന്നത് 4.48 ലിറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന വോളിയം. അങ്ങനെയാണെങ്കിൽ മോൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം, തന്നിരിക്കുന്ന വ്യാപ്തം ബൈ മോളാർ വോളിയം അറ്റ് STP. മോളാർ വ്യാപ്തം അറ്റ് STP. മോളാർ വ്യാപ്തം എത്രയാണ്? 22.4. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 0.2 മോൾസ് എന്ന് കിട്ടും. 0.2 മോൾ എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ NH3 വാതകത്തിൻ്റെ മാസ് കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത്. മാസ് കണക്കാക്കാൻ നമുക്ക് മോളുകളുടെ എണ്ണം അറിയാം, NH3-യുടെ മോളാർ മാസ് അറിയാം. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് 0.2 ഇൻറ്റു 70 എന്ന് കിട്ടും. അപ്പോൾ 3.4 ഗ്രാം എന്ന് കിട്ടും. 3.4 ഗ്രാം. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് NH3 ആർ ദെയർ ഇൻ ദി ഗ്യാസ് സിലിണ്ടർ? ഗ്യാസ് സിലിണ്ടറിൽ എത്ര മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. മോൾസിൻ്റെ എണ്ണം എത്രയാണ്? 0.2 ആണ്. അപ്പോൾ 0.2 ഇൻറ്റു അവഗാഡോ നമ്പർ, 0.2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്, തന്മാത്രകൾ. 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്, 23 മോളിക്യൂൾസ്, തന്മാത്രകൾ. 0.2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകൾ ഉണ്ടാകും. തന്മാത്രകൾ. ഓക്കെ. അപ്പോൾ 10ാമത്തെ ചോദ്യം, കൺസിഡർ ദി കെമിക്കൽ റിയാക്ഷൻ 2H2 + O2 gives 2H2O. 2H2 + O2 gives 2H2 എന്ന രാസപ്രവർത്തനം പരിഗണിക്കുക. ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ O2 ഷുഡ് റിയാക്ട് ടു ഒബ്റ്റെയിൻ 10 മോൾ H2O? 10 മോൾ H2O ലഭിക്കുന്നതിന് എത്ര മോൾ ഓക്സിജൻ പ്രവർത്തിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഷുഡ് റിയാക്ട് ടു ഒബ്റ്റെയിൻ 10 മോൾ ഓഫ് H2 ആണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷനിലുള്ള എഴുതാമല്ലോ. 2 മോൾ H2O ഉണ്ടാവണമെങ്കിൽ ആവശ്യമായ ഓക്സിജൻ എന്ന് പറയുന്നത് 1 മോളാണ് അല്ലേ? H2 2 മോൾ H2O ഉണ്ടെങ്കിൽ ആവശ്യമായ ഓക്സിജൻ്റെ അളവെന്ന് പറയുന്നത് 1 മോളാണ്. 1 മോൾ ഓക്സിജനാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഇക്വേഷൻ മോൾ എങ്ങനെ എഴുതും? 2 മോൾ H2 + 1 മോൾ O2 ഗീവ്സ് 2 മോൾ H2O. മോളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് 2 മോൾ H2O ഉണ്ടാവണമെങ്കിൽ ആവശ്യമായത് 1 മോൾ ഓക്സിജനാണ്. 2 മോൾ H2O റിയാക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഓക്സിജൻ എന്ന് പറയുന്നത് 1 മോൾ O2 ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതിൻ്റെ കേസ് എടുക്കണം? 1 മോളിൻ്റെ കേസ് എടുക്കണം. അപ്പോൾ 1 മോൾ H2O ഉണ്ടാവണമെങ്കിൽ 1 മോൾ H2O ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/2 എന്ന് എഴുതുന്നു. ഈക്വൽ 1/1/2. ഓക്കെ, അത്ര H2O വേണം. 1 മോൾ H2Oയ്ക്ക് 1/2 മോൾ ഓക്സിജൻ വേണം. 1/2 മോൾ ഓക്സിജൻ വേണം. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 10 മോൾ H2O റിയാക്ട് ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ, എമൗണ്ട് ഓഫ് ഓക്സിജൻ റെക്കോർഡ് ടു പ്രൊഡ്യൂസ് 10 മോൾ H2O. 10 മോൾ H2O ലഭിക്കുന്നതിന് എത്ര മോൾ ഓക്സിജൻ വേണം? അപ്പം 10 മോൾ H2O ഈക്വൽ 1 മോളിന് ആവശ്യമായത് 1/2 ആണ്. 1/2 ആണ്. ഇൻറ്റു 10 നമുക്ക് എത്ര കിട്ടും? 5 മോൾ വേണം. 5 മോൾ വേണം. 5 മോൾസ്. 5 മോൾ.
5 മോൾസ് വേണം. അപ്പോൾ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ഷുഡ് റിയാക്ട് ടു ഒബ്റ്റെയിൻ 10 മോൾ H2O? 5 മോൾസ് വേണം, 5 മോള് വേണം. അങ്ങനെയാണ് ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം. അടുത്തത് ഫൈൻഡ് ദി മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 10 മോൾ H2O. 10 മോൾ H2O ഒബ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ്റെ മാസാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മോൾസിൻ്റെ എണ്ണം അറിയാം, 5 കിട്ടി അല്ലേ. 10 മോൾ H2Oയിൽ ഉള്ള മോളുകളുടെ ഓക്സിജൻ്റെ മോളുകളുടെ എണ്ണം 5 കിട്ടി. O2 ആയതുകൊണ്ട് നമുക്കറിയാം 16 ഒന്നിൻ്റെ, അപ്പോൾ 2 ഉണ്ടായതുകൊണ്ട് 16 × 2, അപ്പോൾ 5 × 32 ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 160 ഗ്രാം എന്ന് കിട്ടും. ഈക്വൽ 160 ഗ്രാം. മാസ് എത്ര? 160 ഗ്രാം. നമ്മുടെ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെയാണ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇവിടെ നമുക്ക് മോളാർ മാസ് 32 എന്നറിയാം, മോളുകളുടെ എണ്ണം 5 എന്നറിയാം. ഞാൻ നേരിട്ട് അങ്ങ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 × 32, 5 ഈക്വൽ മാസ് ബൈ 32 എന്നാണ് നമ്മൾ എഴുതുന്നത്. മാസാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റീഅറേഞ്ച് ചെയ്യാൻ ഇവിടെ ഹരിച്ചേക്കുവാണ് 32, ഡിവൈഡ് ബൈ 32. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് × 32. അത് ഞാൻ നേരിട്ട് എഴുതി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 160 ഗ്രാം എന്ന് കിട്ടും. 10 മോളിന് ആവശ്യമായത് 5 മോളാണ്, 5 മോൾ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നറിയാമോ? സ്റ്റെപ്പൊക്കെ എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? നമ്മൾ നേരത്തെ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സിൽ പഠിച്ച അതേ സ്റ്റെപ്പുകൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഇത് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത്. നിങ്ങൾ സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യാൻ ഓരോ കേസിലും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെ വരും? എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ 2 മോൾ ഓഫ് H2O ഈക്വൽ 1 മോൾ O2. എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 1 മോൾ ഓഫ് H2O ഈസ് ഈക്വൽ ടു ഹാഫ് മോള് 1/2. ഓക്സിജൻ്റെ മോളിൻ്റെ എണ്ണം ഡിവൈഡ് ബൈ H2Oൻ്റെ മോളിൻ്റെ എണ്ണം, അപ്പോൾ 1/2 മോൾ എന്ന് കിട്ടും. ദെൻ നമ്മുടെ ക്വസ്റ്റ്യന് എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 10 മോൾ H2O എന്ന് പറയുമ്പോൾ 1/2 × 1 മോളിൻ്റെ മോളുകളുടെ എണ്ണം × 10 ചെയ്യുക. അപ്പോൾ നമുക്ക് 5 മോൾസ് എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. 2 മോൾ H2O ലഭിക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ്റെ മോളുകളുടെ എണ്ണം ഈക്വൽ 1 മോളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് 1 മോൾ H2O ലഭിക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ്റെ അളവെന്ന് പറയുമ്പോൾ 1/2 മോളാണ്. ദെയർഫോർ 10 മോൾ H2O ലഭിക്കുന്നതിനായി ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 1/2 × 10 ഈക്വൽ 5 മോൾസ് എന്ന് കിട്ടും. നമുക്കിനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് തുടർ പ്രവർത്തനങ്ങളോടെ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 448 ലിറ്റർ HCl ഗ്യാസ് കെപ്റ്റ് അറ്റ് STP കംപ്ലീറ്റ്ലി റിയാക്ട്സ് വിത്ത് അമോണിയ ഗ്യാസ് അറ്റ് STP ടു ഫോം NH4Cl. STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന 448 ലിറ്റർ HCl വാതകം STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന അമോണിയ വാതകവുമായി പ്രവർത്തിച്ച് പൂർണ്ണമായും NH4Cl ആയി മാറുന്നു. NH3+ HCl gives NH4Cl. Find the mass of ammonia gas used in this reaction. ഇവിടെ ഉപയോഗിക്കുന്ന അമോണിയ ഗ്യാസിൻ്റെ മാസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിക്കാം. STPയിലിരിക്കുന്ന ഏതൊരു വാതകത്തിൻ്റെ 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്ററിന് ഈക്വൽ ആയിരിക്കും. 1 മോൾ എന്ന് പറയുന്നത് ഏതൊരു ഗ്യാസിൻ്റെയും 22.4 ലിറ്ററിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് നമുക്കിവിടെ കണ്ടുപിടിക്കാം. മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് HClൻ്റെ മോളുകളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. HClൻ്റെ മോളുകളുടെ എണ്ണം ഈക്വൽ നമുക്ക് തന്നിട്ടുണ്ട് 448, 448 ലിറ്റർ. തന്നിരിക്കുന്ന വ്യാപ്തം, തന്നിരിക്കുന്ന വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം അറ്റ് STP, മോളാർ വ്യാപ്തം അറ്റ് STP എന്ന് പറയുന്നത് 22.4, 22.4 നമുക്കറിയാം മോളാർ വ്യാപ്തം എത്രയാണ്. ഈക്വൽ നമുക്ക് 20 മോൾസ് എന്ന് കിട്ടും. 20 മോൾ എന്ന് കിട്ടും. 20 മോൾ എന്ന് കിട്ടും. നമുക്കിവിടെ HClൻ്റെ വ്യാപ്തം തന്നിട്ടുണ്ടായിരുന്നു, തന്നിരിക്കുന്ന വ്യാപ്തം ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി. അങ്ങനെ നമുക്ക് 20 മോൾ എന്ന് കിട്ടി.
അപ്പോൾ നമുക്ക് ഇക്വേഷൻ കണ്ടാലറിയാം NH3 + HCl gives NH4Cl. 1 mol NH3, 1 mol HCl, 1 mol NH4Cl കിട്ടും. 1 mol NH3, 1 mol HCl കൂടെ പ്രവർത്തിച്ചാണ് 1 mol NH4Cl കിട്ടുന്നത് അല്ലേ? അങ്ങനെ നമുക്ക് മനസ്സിലാവും 1 mol HCl ഈക്വൽ 1 mol NH3 ആണ്. അപ്പോൾ ഇവിടുത്തെ 20 mol HCl എന്ന് പറയുന്നത് 20 mol NH3ക്ക് ഈക്വൽ ആണ്. 20 moles ഓഫ് HCl എന്ന് പറയുമ്പോൾ 20 mol HCl എന്ന് പറയുന്നത് 20 mol NH3ക്ക് ഈക്വൽ ആണ്. നമ്മളത് ഇക്വേഷനിൽ നിന്നാണ് മനസ്സിലാക്കിയത്. 1 mol HCl പ്രവർത്തിക്കാൻ ആവശ്യമായത് 1 mol NH3 തന്നെയാണ്. അപ്പോൾ 20 mol HCl പ്രവർത്തിക്കാൻ ആവശ്യമായ NH3 എന്ന് പറയുമ്പോൾ 20 mol NH3 ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മോളിൻ്റെ എണ്ണം കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അമോണിയയുടെ NH3യുടെ മാസ് കണ്ടുപിടിക്കാനാണ്. NH3യുടെ മോളാർ മാസ് 17 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ഈ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മോളുകളുടെ എണ്ണം ഇൻറ്റു മോളാർ മാസ്. 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 അപ്പോൾ മോളുകളുടെ എണ്ണം 20 ഇൻറ്റു 17. 20 ഇൻറ്റു 17. നൈട്രജൻ 14 പ്ലസ് ഹൈഡ്രജൻ 3 ഇൻറ്റു 1. അങ്ങനെയാണ് നമുക്ക് 17 എന്ന് കിട്ടിയത് മോളാർ മാസ്. അപ്പോൾ 20 ഇൻറ്റു 17 ഈക്വൽ 340 എന്ന് കിട്ടും. അപ്പോൾ അമോണിയയുടെ മാസ് എത്രയാണ്? 340 ഗ്രാം. 340 ഗ്രാമാണ് അമോണിയയുടെ മാസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 48 ഗ്രാം കാർബൺ ബേൺസ് ഇൻ എയർ ആൻഡ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഈസ് ഫോംഡ്. If the mass of CO gas formed is 56 gram, what is the volume of oxygen gas at STP is used in this reaction? 48 ഗ്രാം കാർബൺ വായുവിൽ കത്തിച്ച് കാർബൺ മോണോക്സൈഡ് വാതകം ഉണ്ടാക്കുന്നു. ഉണ്ടായ കാർബൺ മോണോക്സൈഡ് വാതകത്തിൻ്റെ മാസ് 56 ഗ്രാം ആണെങ്കിൽ ഉപയോഗിച്ച ഓക്സിജൻ്റെ വാതകത്തിൻ്റെ STPയിലെ വ്യാപ്തം എത്രയാണ്? അപ്പോൾ നമ്മളോട് ഇവിടെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ വരുന്നത് 2C plus O2 gives 2CO. കാർബൺ എയറിൽ കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് കിട്ടും, CO. നമുക്കിവിടെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാം സിഒയുടെ, കാരണം മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ മോൾസ് ഓഫ് സിഒയുടെ മോളുകളുടെ എണ്ണം, മോൾസ് ഓഫ് സിഒയുടെ മോളുകളുടെ എണ്ണം. ഗിവൻ മാസ്, തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 56 ഗ്രാമാണ്. ഇൻ മോളാർ മാസ് എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ 12ഉം ഓക്സിജൻ്റെ 16ഉം ആണ്. 12 + 16 12 + 16 16 28 എന്ന് കിട്ടും. അപ്പോൾ മോളുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന മാസ് ബൈ മോളാർ മാസാണ് ഈക്വൽ 2 moles എന്ന് കിട്ടും. 2 mol എന്ന് കിട്ടും. 2 moles. ഇപ്പോൾ 2 mol CO ആണ് ഫോം ചെയ്യുന്നത് അല്ലേ? 2 mol CO കാർബൺ മോണോക്സൈഡ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവും 2 mol CO ഫോം ചെയ്യാൻ, 2 mol ഓഫ് CO ഫോം ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ എന്ന് പറയുന്നത് 1 mol ആണ്. 1 mol O2 ആണ് ആവശ്യം. 2 mol CO ഫോം ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ എന്ന് പറയുന്നത് 1 mol ആണ്. നമുക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ എഴുതാം. നമുക്കിത് മോളിൻ്റെ എണ്ണത്തെ എഴുതുവാണെങ്കിൽ 2 mol കാർബൺ പ്ലസ് 1 mol O2 ഗീവ്സ് 2 mol CO എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഓക്സിജൻ അറ്റ് STPയിൽ ഓക്സിജൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 1 mol ആണ്. 1 mol ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 22.4 ലിറ്റർ. അപ്പോൾ STPയിലുള്ള 1 മോളുള്ള ഏതൊരു വാതകത്തിൻ്റെയും 1 mol ഓഫ് എനി ഗ്യാസിൻ്റെയും വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ. ഇവിടെ 1 mol ഓഫ് ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജൻ STPയിലിരിക്കുകയാണ്, അതിൻ്റെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഇതാണ് നമ്മുടെ ചാപ്റ്റർ 4. ഇത് എൻഡിലാണ് നമ്മൾ
നമ്മളപ്പോൾ ലെറ്റർ സക്സസ് വിലയിരുത്താൻ ചെയ്തു, തുടർ പ്രവർത്തനങ്ങൾ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ ഒരു 5 പാർട്ടായിട്ട് തിരിച്ചാണ് നമ്മൾ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. ബൈ.